കുട്ടി സ്മൃതി പുരസ്കാരവും നൽകുന്ന ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമുള്ള കാര്യമായി കണക്കാക്കുന്നു. ഈ പൈതൃകമായ കാര്യങ്ങൾ വളരെ കാലങ്ങളോളം പഴക്കമുള്ള കലകളാകട്ടെ, നമ്മുടെ സംസ്കാരത്തിലുള്ള എന്ത് കാര്യങ്ങളാകട്ടെ, അത് ഗുരുക്കന്മാരും കാരണവന്മാരും നമ്മളെ നയിച്ചവരും ചെയ്തു വെച്ചത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മേലോട്ടോ കീഴോട്ടോ പോകാതെ അതിനേക്കാൾ അപ്പുറത്തൊന്നും ഇന്നിവിടെ സംഭവിക്കുന്നില്ല. ഇത് തന്നെയാണ് പ്രധാനം. മുഖ്യമായ കാര്യങ്ങൾ ഈ പഴമ നമ്മളെ നയിച്ച, നമ്മളെ ഈ രീതിയിലേക്ക് കൊണ്ടു നടന്ന ഗുരുനാഥന്മാരും ഈ പൈതൃകമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ ഇന്നും നടത്താനുള്ളത്. അത് എന്ത് മോഡിഫൈ ചെയ്താലും അതാകില്ല. പുതിയ തലമുറയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളായി അവരെന്തൊക്കെ ചെയ്യുന്നു ആയിക്കോട്ടെ. പക്ഷേ ഈ അടി മറന്നുകൂടാ. കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ മറക്കാതെ അത് തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ള വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത്, ഞാനൊരു പഴയ ആളായതുകൊണ്ടും 10-65 വർഷം ഈ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്നും. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്ര കാലം ഇത് എന്ത് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കലാണ് നമ്മുടെയൊക്കെ ദൗത്യം. അതുകൊണ്ട് ഒന്നും വലുതായിട്ട് ഗംഭീരമായി ഞാൻ ഗംഭീരമെന്ന് തോന്നുന്നൊരവസ്ഥ ആർക്കും വരാൻ പാടില്ല. നമ്മുടെ ജീവിതം എത്ര കാലമുണ്ടോ ആ കാലം അത്രയും ഈ വക കാര്യങ്ങൾ പരിശോധിക്കുക, ഈ കാര്യങ്ങളിൽ ഇടപെടുക, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് സത്യമായ കാര്യം എന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വേദിയിൽ ഒരുപാട് പ്രശസ്തരും ഗുരുക്കന്മാരും ഇരിക്കുമ്പോൾ അവരുടെ കഴിഞ്ഞ കാലം അവർ ചെയ്തു വെച്ച കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഗുരുനാഥൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സ്വാഗതത്തിൽ. അദ്ദേഹം സരസമായി സംസാരിച്ചു, നമ്മളൊക്കെ ചിരിച്ചു.